ഓൺലൈൻ മദ്യവിൽപ്പനയ്ക്കൊരുങ്ങി ബെപ്കോ. വിഷയത്തിൽ ബെപ്കോ എംഡി സർക്കാരിന് ശുപാർശ സമർപ്പിച്ചു. സ്വിഗ്ഗി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മദ്യം നൽകുന്നതിന് മുമ്പ് പ്രായം തെളിയിക്കുന്ന രേഖ നൽകണമെന്നാണ് വ്യവസ്ഥ. ഓൺലൈൻ മദ്യവിൽപ്പനയ്ക്കായി ബെപ്കോ ആപ്പ് തയ്യാറാക്കി. വിദേശ നിർമ്മിത ബിയർ വിൽപ്പന അനുവദിക്കണമെന്നും ബെപ്കോ ആവശ്യപ്പെട്ടു. വീണ്ടും ഓൺലൈൻ മദ്യവിൽപ്പനയ്ക്ക് വേണ്ടി ബെപ്കോ ശുപാർശ സമർപ്പിച്ചിരിക്കുകയാണ്. ബെപ്കോ എംഡിയാണ് സർക്കാരിന് മുന്നിൽ ശുപാർശ നൽകിയിരിക്കുന്നത്. സ്വിഗ്ഗി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നും ഈ ശുപാർശയിൽ പറയുന്നുണ്ട്. മദ്യം നൽകുന്നതിന് മുമ്പ് പ്രായം തെളിയിക്കുന്ന രേഖ നൽകണമെന്നാണ് പ്രധാനപ്പെട്ട വ്യവസ്ഥ. സെയ്ഫ് സൈനുലാബ്ദീൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നു. സെയ്ഫ്, സർക്കാർ ഇതിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്ന ചോദ്യം അവിടെ ഉണ്ട്. ഇപ്പോൾ പ്രാഥമികമായി ബെപ്കോ സമർപ്പിച്ചിരിക്കുന്ന ഈ നിർദ്ദേശം എന്തൊക്കെയാണ്? ഓൺലൈനായി മദ്യം നൽകാനുള്ള ആലോചന അത് ഇപ്പോഴല്ല, നേരത്തെ കോവിഡ് കാലത്ത് തന്നെ സംസ്ഥാന സർക്കാർ ആലോചിച്ചതാണ്. പക്ഷെ അന്ന് മുഖ്യമന്ത്രിയുടെ അനുമതി കിട്ടാത്തത് കൊണ്ടാണ് അന്ന് നടപ്പാക്കാൻ കഴിയാതിരുന്നത്. ഇപ്പോൾ പ്രധാനപ്പെട്ട നിർദ്ദേശമായി തന്നെ സംസ്ഥാന സർക്കാരിന് മുന്നിലേക്ക് ബെപ്കോ അത് വെച്ചിരിക്കുന്നു എന്നാണ് അനീഷ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം. അതിൽ ബെപ്കോയുടെ എംഡി അർഷിത അട്ടല്ലൂരിയാണ് ഒരു ശുപാർശ സംസ്ഥാന സർക്കാരിന് മുന്നിലേക്ക് നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് സ്വിഗ്ഗി അടക്കമുള്ള ഇപ്പോൾ ഭക്ഷണം വിതരണം ചെയ്യുന്ന സ്വിഗ്ഗി അടക്കമുള്ള സ്ഥാപനങ്ങൾ ഇതിനോട് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. 3 വർഷം മുമ്പ് സംസ്ഥാന സർക്കാരിനോട് ഇതിനോട് അനുമതി തേടിയതാണ്. പക്ഷേ അന്ന് അനുമതി നൽകിയിരുന്നില്ല. ഈ ഘട്ടത്തിൽ കാലം മാറുന്നതിനനുസരിച്ച് ബെപ്കോയുടെ മദ്യവിൽപ്പനയിലും മാറ്റം വേണം എന്നുള്ളൊരു ശുപാർശയാണ് നൽകിയിരിക്കുന്നത്. മദ്യം വാങ്ങുന്ന ആൾക്ക് 23 വയസ്സാണ് നിലവിലുള്ള പ്രായപരിധി. 23 വയസ്സിന് താഴെയുള്ള ആൾക്കാർക്ക് മദ്യം നൽകില്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ മദ്യനയത്തിൽ പറയുന്നത്. ഈ ഓൺലൈനായി മദ്യം നൽകുമ്പോൾ 23 വയസ്സ് എങ്ങനെ തെളിയിക്കുമെന്നുള്ള ചോദ്യം ഒക്കെ ഉയർന്ന് സ്വാഭാവികമായിട്ടും വരും. അതിനുള്ള ശുപാർശ കൂടി നൽകിയിട്ടുണ്ട്. 23 ഈ മദ്യം നൽകുന്ന സമയത്ത് ഓൺലൈനായി മദ്യം നൽകാനുള്ള അംഗീകാരം സംസ്ഥാന സർക്കാർ നൽകുകയാണെന്നുണ്ടെങ്കിൽ മദ്യം വാങ്ങുന്ന ആൾ അത് ഭക്ഷണം വാങ്ങുന്ന പോലെ വാങ്ങുന്ന സമയത്ത് ID കാർഡ് 23 വയസ്സ് തികഞ്ഞു എന്നുള്ള ID കാർഡ് കൃത്യമായി തന്നെ കാണിക്കണം എന്നുള്ളതാണ് ആ ശുപാർശയിൽ പറയുന്ന ഒരു കാര്യം. ഇതിനായിട്ടൊരു ആപ്പ് ബെപ്കോ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് പൂർണ്ണ തോതിൽ അത് പ്രവർത്തന സജ്ജമായി സംസ്ഥാന സർക്കാരിന് മുന്നിലേക്ക് എത്തിച്ചേരണമെങ്കിൽ 10 ദിവസം കൂടി കഴിയും. എന്തായാലും ആപ്പ് അത് ആയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പിന്നീടുള്ള ഒരു ശുപാർശ വീര്യം കുറഞ്ഞ മദ്യം പുറത്തിറക്കണം എന്ന ആവശ്യം കൂടി ബെപ്കോ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ടൂറിസ്റ്റുകളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു ആവശ്യം തുടർച്ചയായി തന്നെ ഉയർന്നു വരികയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം സംസ്ഥാന സർക്കാർ ചെയ്യണം. 2024-25 വർഷം 9,700 കോടി രൂപയുടെ വിൽപ്പനയാണ് നടന്നിട്ടുള്ളത്. മദ്യനയത്തിൽ മാറ്റം വന്നാൽ 2,000 കോടി രൂപ കൂടി അധികം ഇതിനകത്ത് വരും എന്നുള്ളതാണ് മറ്റൊരു കാര്യമായി കാണാൻ കഴിയുന്നത്. വിദേശ നിർമ്മിത ബിയർ വിൽപ്പന നടത്തണം, അതിനുള്ള അംഗീകാരം കൂടി നൽകണം എന്നുകൂടി ബെപ്കോ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും മദ്യവിൽപ്പനയിൽ വലിയ മാറ്റം, സമൂലമായ മാറ്റം വേണം എന്നുള്ള ആവശ്യമാണ് ബെപ്കോ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിനോട് സംസ്ഥാന സർക്കാർ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. കാരണം ഓൺലൈനായി മദ്യം വിൽക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയർന്നു വരും. ഈ വിമർശനങ്ങളെ മറികടന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ അതിന് തീരുമാനമെടുക്കുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ് അനീഷ. ഏതായാലും വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് തന്നെയാണ് ഇവരും കാത്തിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് സെയ്ഫ് സൈനുലാബ്ദീനാണ്.